നമസ്കാരം. ഗാസയിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ ഹമാസിൻ്റെ സംവിധാനമാകെ തകരുന്നതായ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ സൈനിക നടപടിയെ തുടർന്ന് പിടിയിലായ ഹമാസ് തീവ്രവാദികളിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചതെന്ന് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് നേതാക്കളില്ലാത്ത ഒരവസ്ഥയാണ്. യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ളവർ എവിടെയോ ഒളിവിലാണ്. ഖത്തറിലും മറ്റും കഴിയുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കാകട്ടെ ഒരു കാര്യങ്ങളും ബന്ധപ്പെടാനും കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഹമാസ് അണികൾ ഗാസയിൽ നേതൃത്വമില്ലാതെ അലയുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ പല അഭയകേന്ദ്രങ്ങളും കണ്ടെത്തുകയും അതൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം പിടികൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ റെയ്ഡിൽ ഏതാണ്ട് 500ഓളം ഹമാസ് തീവ്രവാദികളാണ് പിടികൂടിയത്. ഇവിടുന്ന് മൊത്തം ഏതാണ്ട് 900ഓളം പേരെ പിടികൂടി എങ്കിലും ചോദ്യം ചെയ്യലിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ 500ഓളം പേർ 513 പേരോ മറ്റോ ഹമാസ് തീവ്രവാദികൾ തന്നെ എന്നാണ്. നിരവധി ഹമാസ് തീവ്രവാദികൾ ഇതിനോടകം കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒക്ടോബർ 7 തീവ്രവാദി ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഒരാളിനെ പോലും വെറുതെ വിടുകയില്ല എന്ന ഇസ്രായേലിൻ്റെ ആ ഒരു ശപഥം അവർ പൂർണ്ണമായ തോതിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അൽഷിഫ ആശുപത്രിയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയത്. ഇവിടുത്തെ പ്രസവ വാർഡിൽ നിന്ന് മാത്രം 100 കണക്കിന് മാരകായുധങ്ങളാണ് AK-47 തോക്കുകളും ബോംബുകളും മറ്റും കണ്ടെടുത്തത്. ഇവിടുത്തെ രോഗികളെ ബന്ദികളാക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ രോഗികളെ പ്രതിരോധ കവചമായി മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ നേരിടാനാണ് ഇപ്പോൾ ഹമാസ് ശ്രമിക്കുന്നത്. പക്ഷേ ആ ശ്രമത്തിലും ഇവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന് വ്യക്തമായ രൂപം ലഭിച്ചിട്ടില്ല. ഈ പിടികൂടിയ പ്രമുഖരായിട്ടുള്ള ഹമാസ് നേതാക്കളെയൊക്കെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ അവരെ കർശനമായ രീതിയിൽ തന്നെയായിരിക്കാം മിക്കവാറും ചോദ്യം ചെയ്യുക. ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും എന്നാണ് സൂചന. നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് യാഹ്യ സിൻവറും കുടുംബാംഗങ്ങളും അവർ നിർമ്മിച്ച ഭൂഗർഭ തുരങ്കത്തിലൂടെ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. ഒരുപക്ഷെ ഇവർ ഈജിപ്തിലേക്ക് കടന്നിരിക്കാം എന്നൊക്കെ അന്ന് പറഞ്ഞു കേട്ടിരുന്നു. എങ്കിലും അങ്ങനെ ഈജിപ്തിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല എന്നും ഇപ്പോഴും റഫായിൽ എവിടെയെങ്കിലും ആൾക്കൂട്ടത്തിനിടയിൽ ഇവർ താമസിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. കാരണം യാഹ്യ സിൻവറെ സാധാരണക്കാരായ ജനങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം തന്നെ അധികം കണ്ടിട്ടില്ല. ഒരുപക്ഷെ അയാൾ രൂപമാറ്റം വരുത്തിയോ മറ്റോ ആൾക്കൂട്ടത്തിൽ ജീവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടെത്തുക അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് റമദാൻ വ്രതം കഴിഞ്ഞതിന് ശേഷം റാഫ മേഖലയിലേക്ക് ശക്തമായ സൈനിക മുന്നേറ്റം നടത്താൻ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു മുന്നേറ്റം നടത്തുമ്പോൾ യാഹ്യ സിൻവറെ ഉൾപ്പെടെയുള്ള നേതാക്കളെ പിടികൂടാൻ കഴിയും എന്നാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത്. ഏതായാലും പിടികൂടപ്പെട്ട ഹമാസ് തീവ്രവാദികളിൽ നിന്ന് ഇസ്രായേലിന് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു പരിധിവരെ ഇസ്രായേലിന് ആശ്വാസം പകരുന്നതാണ്. കാരണം ഈ സംഘടന ഛിന്ന ഭിന്നമായി പോയിരിക്കുന്നു. നേതാവില്ലാതെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ഉലഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ എന്നുള്ള ആ വിവരം ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. ഹമാസ് തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഇസ്രായേൽ സൈന്യൻ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇയാളുടെ പേരുവിവരങ്ങളും മറ്റ് വിശദാംശങ്ങളും കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടത്. കൊല്ലപ്പെട്ട ഹമാസ് തീവ്രവാദികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിലെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം താരതമ്യേന കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.